യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന സേനയ്ക്ക് രൂപം നൽകി. ബ്ലഡ് ഡൊണേഷൻ ഡയറക്ടറുടെ പ്രകാശനവും ഇതോടൊപ്പം നടന്നു. ചികിത്സാ സംബന്ധമായ വേളയിൽ രക്താവശ്യവുമായി വരുന്നവർക്ക് രക്തദാതാക്കളെ കണ്ടെത്താൻ സഹായിക്കുന്നതാണ് യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രൂപം നൽകിയിട്ടുള്ള സ്ഥിര രക്തദാന സേനയുടെ ബ്ലഡ് ഡൊണേഷൻ ഡയറക്ടറി. രക്തദാനത്തിന് തയ്യാറായിട്ടുള്ള വിവിധയാളുകളുടെ രക്തഗ്രൂപ്പ് അടക്കമുള്ള വിവരങ്ങളാണ് ഡയറക്ടറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ജോബി ചെമ്മല, ഡയറക്ടറി യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകന് കൈമാറി പ്രകാശന കർമ്മം നിർവഹിച്ചു. സ്ഥിര രക്തദാന സേനയുടെ നേതൃത്വത്തിൽ രക്തദാനത്തിലും പ്രവർത്തകർ പങ്കെടുത്തു. പദ്ധതികളുടെ ഉദ്ഘാടനം DCC ജനറൽ സെക്രട്ടറി TS സിദ്ദിഖ് നിർവഹിച്ചു. അടിമാലിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഹോസ്പിറ്റലുകളിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഏറ്റവും അത്യാവശ്യമായി വരുന്ന ഒരു രക്തത്തിന് അത്യാവശ്യമായി വരുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യങ്ങളിലൊക്കെ ഇവിടെ പലരും അതിനുവേണ്ടി ബുദ്ധിമുട്ടനുഭവിക്കുകയും അതിനുവേണ്ടി അന്വേഷിച്ച് നടക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്നുള്ള നിലയിൽ ഇവിടെ ഇപ്പോൾ 1500ഓളം പേരുടെ പേരടങ്ങുന്ന ഒരു രക്തദാന സേനയ്ക്കാണ് അടിമാലി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇവിടെ രൂപം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ 28ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ന് അടിമാലി മോൺസ്റ്റാർ ഹോസ്പിറ്റലിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ രക്തദാനം നൽകിക്കൊണ്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഇന്നിവിടെ നിർവഹിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷിൻസ് ഏലിയാസ് രക്തദാന കർമ്മത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് അലനുദ്ദീൻ സ്റ്റീഫൻ ചടങ്ങുകളിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് രാജീവ്, യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ചടങ്ങുകളിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.